ശ്രീബുദ്ധൻ പത്മാസനത്തിലിരിക്കുന്ന അതുപോലെ തോന്നുന്ന തരത്തിലൊരു രൂപം കണ്ടു. അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലെ ഫീലിങ് ഇദ്ദേഹം മഞ്ഞ ആയതുകൊണ്ടിട്ട് 24 മണിക്കൂർ മഞ്ഞ ആയതുകൊണ്ടിട്ട് ഉറച്ചുപോയി അങ്ങനെ ഇരിക്കുകയാണ്. നമസ്കരിച്ച് എഴുന്നേറ്റ് നിന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും എൻ്റെ പൊറ്റേ ഞാൻ കൈയൊക്കെ നടുങ്ങാനും വിറയ്ക്കാനും തുടങ്ങി. അങ്ങനെ നമസ്കരിച്ചിട്ട് വീണ്ടും ഞാൻ പോവാണെന്ന് തിരിച്ചു പോവാണ്, ഞാൻ ഐ എം റിട്ടേണിങ് ബാക്ക് എന്നുള്ള മട്ടിൽ ഞാൻ ഇങ്ങനെ തൊഴുതപ്പോൾ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ശരീരമൊക്കെ ഇങ്ങനെ ഒരു വിറയൽ മതിയ. നമസ്കാരം. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പേർ റിസർച്ച് ചെയ്യുന്നുണ്ട്, പല വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇന്ന് എന്നോടൊപ്പം സ്വാമി ഭാഗ്യാനന്ദ അദ്ദേഹമാണ്. അദ്ദേഹം പൂർവാശ്രമത്തിൽ ശ്രീകുമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉദ്യോഗസ്ഥനായിരുന്നു, സർക്കാർ ജീവനക്കാരനായിരുന്നു. ഇന്ന് നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും പങ്കുവയ്ക്കുകയാണ്. സ്വാമിജി നമസ്തേ. 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 ഞാൻ പറഞ്ഞു, ഈ മരണാനന്തര ജീവിതം അതെല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ്. തീർച്ചയായിട്ടും. മരിച്ചതിന് ശേഷം ഒരു വലിയ ഹോളിൽ കൂടെ പോകുന്നു, ഒരു പ്രകാശത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പലർക്കും പല അനുഭവങ്ങളാണ്, വ്യത്യസ്തമാണ്. പലരും വ്യത്യസ്തമായിട്ടാണ്. അങ്ങേക്കുണ്ടായ അനുഭവം? എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ. അതിനു മുമ്പ് എനിക്ക് കാര്യം ചോദിക്കുന്നത്, സ്വാമി ഭാഗ്യാനന്ദ ആരായിരുന്നു, എവിടെ നിന്നായിരുന്നു, എങ്ങനെയായിരുന്നു ഈ ആധ്യാത്മിക ജീവിതം തുടങ്ങിയത്? സ്വാമി ആകണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായത് ഒരു ഹിമാലയൻ യാത്ര ഉണ്ടായിരുന്നു. ഹിമാലയത്തിലേക്ക്, അതായത് മാനസരോവർ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോയതാണ്. നിയമപരമായിട്ടുള്ള പാസും ഒക്കെ വാങ്ങിച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. 33 പേര് ഇറങ്ങുന്ന ഒരു സംഘം. അവർ 78 ഏപ്രിൽ മെയ് മാസത്തിനുള്ളിലാണ് പോയത്. 78 1978. എനിക്ക് 24 വയസ്സ്, 23 കഴിഞ്ഞ് 24 വയസ്സ് നടക്കുന്ന ആ സമയത്ത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അതിനകത്തിലെ എൻ്റെ പ്രായത്തിനോട് അടുത്തുള്ള 3 പേരുണ്ട്. ബാക്കിയുള്ളവരെല്ലാം നല്ല ഡിഫറൻസ് വയസ്സിലുള്ളവരായിരുന്നു. അത് കാരണം ഞങ്ങൾ മാത്രം ഈ 3 പേര് കുറച്ച് സ്പീഡിലായിരിക്കും യാത്ര. അതായത് കുറേ അധികം സ്ഥലം അന്ന് നടന്നാണ് പോയിട്ടുള്ളത്. ഇന്ന് അവിടെയൊക്കെ മാനസരോവർ വരെ കാറ് പോകുന്നുണ്ട്. 78-ൽ കാറൊന്നും പോകുന്നില്ല. റോഡ് പോലും നന്നായിട്ടില്ല. വളരെയധികം ദുർഘടമായിട്ടുള്ള പാതയിൽ കൂടെയൊക്കെയാണ് ഞങ്ങളെ നടത്തിക്കൊണ്ട് പോയത്. പിന്നെ അന്ന് ചെറുപ്പക്കാരും കൂടെ ആയിരുന്നല്ലോ. അങ്ങനെ ഇരിക്കലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒന്ന് പഞ്ചാബ് സ്വദേശി ഒരു പയ്യൻ, എൻ്റെ പേരെനിക്ക് നല്ല ഓർമ്മയില്ല, ഡോണ്ടു എന്ന് വിളിക്കുന്ന ദാമോദർ എന്ന് ഒറ്റ പേരുള്ള ഒരു മഹാരാഷ്ട്രക്കാരനുണ്ടായിരുന്നു. ഡോഡു എന്നെല്ലാ കൂട്ടുകാർ വിളിക്കുന്നതുകൊണ്ട് അങ്ങനെ വിളിക്കായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ കുറച്ചധികം എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ നമുക്ക് ഇനി വേണമെങ്കിൽ ഒന്ന് ഉറങ്ങാനും കൂടി സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. കാര്യം ബാക്കിയുള്ളവർ പതുക്കെ വരും. ഒരു കളിയാക്കുന്നവരില്ല, നമുക്കൊരു ഉറങ്ങാനുള്ള സമയമുണ്ട് അവർ വരാനായിട്ട് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ, ആ പഞ്ചാബിയുടെ കയ്യിൽ നല്ലൊരു ജർമ്മൻ മെയ്ഡ് ബൈനോക്കുലറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കൂ എന്ന് പറഞ്ഞ് നോക്കുന്ന ഉടനെ എന്തോ ശ്രീബുദ്ധൻ പത്മാസനത്തിലിരിക്കുന്ന അതുപോലെ തോന്നുന്ന തരത്തിലൊരു രൂപം കണ്ടു. ഇത് ബുദ്ധൻ്റെ ശിലയായിരിക്കും എന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ തിരക്കേടില്ല എന്ന് പറഞ്ഞിട്ട് 2 പേരും പുറപ്പെടാൻ, അങ്ങോട്ട് നടക്കാൻ. കാര്യം എങ്ങനെ ഇവർ വരാൻ കുറേ നേരം, ആ നേരത്തിലുള്ള പോയി കണ്ടിട്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിറകെ കൂടി. അവർ 2 പേരും ബാക്ക് അടിച്ചു. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ വരുന്നില്ല, ഭയങ്കര ദുർഘടമായിരിക്കും യാത്ര. ഞാൻ പറഞ്ഞു എന്തായിരുന്നാലും പുറപ്പെട്ടതല്ലേ, ഒരു കാര്യത്തിൽ തുനിഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്ന വേണം, ഞാൻ പോകുന്നു, വാ നിങ്ങളും വന്നു പറഞ്ഞു. ഇല്ല ഞങ്ങൾ 2 പേരും ഇല്ല, റിസ്ക് ആണ്, നീ പോവാതെ എന്നൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടും. പിന്നെ എന്തിനു നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചത്? ഏതായാലും ഞാൻ പോകാൻ പോകുന്നു പറഞ്ഞു. ഞാൻ പോയി. ചുരുക്കി പറഞ്ഞാൽ അവിടെ എത്തി. കാര്യം വളരെയധികം ക്ലേശങ്ങളൊക്കെ വഴിയിൽ ഉണ്ടായിരുന്നതിനെ കുറിച്ച് വലുതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാര്യം അത് എന്നെ മറപ്പിച്ചു എന്ന് വേണം പറയാം. ഞാൻ എത്തി, ഒരു പത്മാസനത്തിലിരിക്കുന്ന ഒരു ദിവ്യന്റെ മുമ്പിൽ ഞാൻ ഇരിക്കുക. അപ്പൊ ആദ്യം എൻ്റെ മനസ്സിലെ ഫീലിങ് ഇദ്ദേഹം മഞ്ഞ ആയതുകൊണ്ടിട്ട് ഡീക്കേ ആവാതെ കണ്ടിട്ട് നന്നായി ഇരിക്കുന്ന ഒരു ഡെഡ് ബോഡി എന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ഞല്ലേ, 24 മണിക്കൂർ മഞ്ഞ ആയതുകൊണ്ടിട്ട് ഉറച്ചുപോയി അങ്ങനെ ഇരിക്കുകയാണ്, ഡെഡ് ബോഡിയാണ്. എന്നാലും ശരി, പരമപവിത്രമായിട്ടുള്ള ഈ ഭൂമിയിൽ വന്നിട്ട് ഇങ്ങനെ ശരീരം വെടിഞ്ഞിട്ട്
കഴിഞ്ഞിട്ട് ആത്മാവ് പോയ ഒരു പുണ്യാത്മാവല്ലേ അങ്ങേ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒന്ന് ഷൂ ഒക്കെ അഴിച്ച് മാറ്റി വെച്ചിട്ട് ഒന്ന് നമസ്കരിച്ച് എഴുന്നേറ്റ് നിന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും സ്ഫടികം പോലെ മിന്നുന്നു. നന്നായി 2 കണ്ണും തുറന്നിരിക്കുന്നു, എന്നെ നോക്കുന്നു. ആ കണ്ണിന്റെ ഉള്ളിൽ എന്തായിരുന്നു? കണ്ണിന്റെ ഉള്ളിൽ 2 ബൾബ് കത്തുന്നമാതിരി നല്ല പ്രകാശത്തോടെ 2 കണ്ണുകൾ. ഇങ്ങനെ മനുഷ്യന്റെ കണ്ണുകൾ തിളങ്ങി ഞാൻ കണ്ടിട്ടില്ല. അയ്യോ എൻ്റെ പൊന്നേ, ഞാൻ നല്ലവണ്ണം ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈശ്വര, അങ്ങ് ആരാണ് എനിക്കൊന്നും അറിയുന്നില്ല. ഞാൻ ചെയ്തത് അപരാധമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈയൊക്കെ നടുങ്ങാനും വിറയ്ക്കാനും തുടങ്ങി. ഞാനൊരു അല്പം അങ്ങോട്ട് മുന്നോട്ട് വന്ന് അങ്ങയുടെ പാദത്തിന് അടുത്തായിട്ടൊന്ന് നമസ്കരിച്ചോട്ടെ എന്ന് ചോദിക്കുകയും മുന്നോട്ട് നടക്കാനായിട്ട് ഞാൻ ശ്രമിച്ചാൽ ഐ എം നോട്ട് ഏബിൾ ടു മൂവ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് അടുക്കാൻ പറ്റുന്നില്ല. അതായത് സംതിങ് ഈസ് പുഷിങ് മീ ബാക്കിലോട്ട്. എന്നോട് പുറമോട്ട്. ഇത് എങ്ങനെയാണ് മാഗ്നറ്റിക് റിപ്പൽഷൻ, ഇത് കണക്കിന് എന്നെ നെഞ്ചിൽ കൈവച്ച് ഇങ്ങനെ പുറമോട്ട് തള്ളുന്ന പോലെ. എന്താ എന്നെ തള്ളുന്നത് എന്ന് എനിക്കൊരു പിടിയില്ല. കാറ്റില്ല. കാറ്റുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ആ മാന്യദേഹത്തിന്റെ മീശ അടി ഒക്കെ ഒന്ന് അനങ്ങണം. ഇതൊന്നും അനങ്ങൽ, കാറ്റും ഇല്ല. പിന്നെ എന്താ എന്നെ തള്ളുന്നത്? പിന്നെ എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ പ്രഭാവല അതുകൊണ്ടായിരിക്കാം. അയ്യോ, ഇനി ഞാൻ ശ്രമിക്കുന്നത് തെറ്റാ എന്ന് പറഞ്ഞ് അയ്യോ എന്നോട് പൊറുക്കണേ, ക്ഷമിക്കണേ, ഞാൻ എന്തെങ്കിലും അപരാധം കാണിച്ചിട്ടുണ്ടെ അറിവില്ലാത്ത ഒരു ചെക്കനാണെന്ന് കരുതിയിട്ട് ഞാൻ ചെറിയ പയ്യനാണെന്ന് 78 അങ്ങനെ നമസ്കരിച്ചിട്ട് വീണ്ടും ഞാൻ തിരിച്ചു പോവാണ്. ഞാൻ ഐ എം റിട്ടേണിങ് ബാക്ക് എന്നുള്ള മട്ടിൽ ഞാൻ ഇങ്ങനെ തൊഴുതപ്പം രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി കണ്ടു തോന്നും. അയ്യോ എൻ്റെ പൊന്നെ, എനിക്ക് യാത്രാനുമതി തരികയായിരിക്കും ഒരു പക്ഷേ എന്ന് ചോദിച്ചു. ഒരക്ഷരവും മിണ്ടിയിട്ടില്ല, എന്നോടും മിണ്ടിയില്ല. ഞാനും മനസ്സുകൊണ്ട് മാത്രം എൻ്റെ പൊന്നെ എന്നോട് ക്ഷമിക്കണേ, ഞാൻ എന്തെങ്കിലും അപരാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ വായ കൊണ്ട് ഞാനും മിണ്ടിയിട്ടില്ല, അദ്ദേഹവും മിണ്ടിയിട്ടില്ല. വേഗം ഷൂ ഒക്കെ എടുത്ത് കാലിലിട്ടു, വേഗം നടന്നു. തിരിച്ചാണോ? ഇത് തന്നെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കിന് വളരെ നേരം കഴിഞ്ഞിരിക്കുന്നു. താഴത്തുനിന്ന് നടന്നു വന്നുകൊണ്ടിരുന്നവരെല്ലാം അക്ഷമരായിട്ട് എന്നെ കാത്തിരിക്കും. കുറച്ചധികം വഴക്ക് പറഞ്ഞു തന്നെ. എന്തിനാണ് പോയത്? മഹാമോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് എൻ്റെ ജീവിതം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പോയത് എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. വളരെ ദിവ്യമായിട്ടുള്ള മുന്നാണ്ടിരിക്കുക അങ്ങനെ ഒരു സംഭവം ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. ഷെർപ്പയാണ് ഗൈഡ് കൂടെ കൂട്ടിക്കൊണ്ട്. ഞാൻ പോലും കണ്ടിട്ടില്ല ഇതുവരെ. ചുമ്മാ ഇരിക്കുക നിനക്ക് എന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷെ എൻ്റെ മനസ്സിനെ അത് നല്ലോണം ബാധിച്ചു. ദിവ്യത്വം, ഒരു ദിവ്യന്റെ മുമ്പിലേക്ക് നമ്മൾ ചെന്നപ്പോൾ അവിടുത്തെ ആ കാന്തിക വലയത്തെ ഞാൻ അനുഭവപ്പെട്ടു. തീർച്ചയായും വിശ്വസിച്ചു. അതാണ് ആത്മീയതയുടെ ആദ്യ. എൻ്റെ മനസ്സിലെല്ലാം എനിക്കും ഇതുമാതിരി ഒരു ഇങ്ങനെയാവണം. യെസ്, വിശ്വാമിത്രന് വസിഷ്ഠനിൽ നിന്ന് ഉത്തേജനം ഉണ്ടായത് മാതിരി എനിക്ക് ഈ പ്രഭാവലയത്തിൽ നിന്ന് എനിക്ക് ഉത്തേജനം ഉണ്ടായി. ഓഫീസിൽ ചെന്ന് എനിക്ക് ഇനി എന്നാ ഒരു നല്ല സ്വാമിജിയെ കാണാൻ പറ്റുക, എന്ന് കിട്ടുക എന്ന് മറിഞ്ഞിങ്ങനെ ആലോചിക്കുമ്പോൾ പത്രത്തിൽ കൂടെ കണ്ടതാണ് സ്വാമി രജനീഷ് പൂന. അപ്പൊ ഞാൻ അവിടെ ഒന്ന് പോകുന്നതിനെ കുറിച്ച് അത് ചോദിക്കുന്നത് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങ് പിന്നെ സർക്കാരിന്റെ അണ്ടർടേക്കിംഗ് കമ്പനിയാണ്, അതായത് ടെക്നോ ഇൻസ്ട്രുമെന്റ്സ് ലിമിറ്റഡ് കമ്പനിയാണ്. എന്തായിരുന്നു പ്രോഡക്റ്റ്? ഞാൻ ഐ വാസ് വർക്കിംഗ് ആസ് എ സർവീസ് എഞ്ചിനീയർ. അത് ഇലക്ട്രിക് എഞ്ചിനീയർ ആണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അതെ. അപ്പോ സയന്റിഫിക് റിസർച്ചിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, സയന്റിഫിക് റിസർച്ച്, ക്യാൻസർ റിസർച്ചിന് മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ ക്യാൻസർ റിസർച്ച്, പിന്നെ TB റിസർച്ച്, TB അസുഖം, അതിനെക്കുറിച്ചുള്ള റിസർച്ച് ചെയ്യുന്ന ഇത്. ആ സയന്റിഫിക് റിസർച്ച് ഇൻസ്ട്രുമെന്റ്സ് എവിടെ എന്ത് റിസർച്ച് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും 1-2 ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. അവിടെ പോകും, അവിടെയുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ മിഷൻ എങ്ങനെയോ ഉപയോഗിക്കേണ്ടതെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ജോലി എനിക്കുള്ളതാണ്. അങ്ങനെ പഠിപ്പിക്കാൻ നമ്മൾ ഒരു ഭാഗ്യം കിട്ടിയൊരു മനുഷ്യൻ അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ജീവിതത്തിൽ അതെ, അതിഭയങ്കരമായിട്ടുള്ള ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. വേൾഡ് ഫേമസ് ആയിട്ട് നമ്മളൊക്കെ അദ്ദേഹത്തിന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്തൊരു വ്യക്തിയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം. 83 ഞാൻ BSSC പോകുമ്പോൾ അന്ന് അദ്ദേഹം ഉണ്ട്, അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ ഉണ്ടായിരുന്നു.
അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ മിഷൻ, ചെറിയൊരു മിഷൻ, അത് വലിയ കോംപ്ലിക്കേറ്റഡും അല്ല, അധിക ദിവസത്തിന്റെ ആവശ്യമില്ല. അത് ഏത് വർഷമായിരുന്നു? എന്തോ ഏത് വർഷമായിരുന്നു? 1983 അന്ന് അബ്ദുൽ കലാം സാർ ഉണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ടുള്ള ആ നയം, വളരെ നല്ല കോൺവെർസേഷൻസ്. അദ്ദേഹം എന്നോട് ഇത്ര കൈൻഡായിട്ട് പെരുമാറിയെന്ന് എനിക്ക് പറയാൻ അറിയിക്കാൻ വയ്യ. അദ്ദേഹം എന്നെ എപ്പോഴും മിസ്റ്റർ കുമാർ എന്ന് പതുക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യം എങ്ങനെയാ വിളിച്ചത്? ആദ്യത്തെ കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു? ആദ്യത്തെ കൂടിക്കാഴ്ച സംസാരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഈ ഡെമോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേ, എക്സ്ക്യൂസ് മീ സർ എന്ന് വിളിച്ചു. ഞാൻ ആകെ ഒന്ന് തിരിഞ്ഞു നോക്കി, ആരെയായി വിളിക്കുന്നത്? എന്നെയാണെന്ന് കണ്ടപ്പോൾ എനിക്ക് ശരീരമൊക്കെ ഇങ്ങനെ ഒരു വിറയൽ മതി. എന്നെ അദ്ദേഹം അന്ന് സയന്റിസ്റ്റ് ആയിരുന്നു. അവിടെ അല്ലല്ല, അവിടുത്തെ ഡയറക്ടറായിരുന്നു. അവിടുത്തെ അല്ല, ശരിക്കും ഞാൻ പറയാം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങ് എന്നെ എന്റെ പേര് വിളിച്ചാൽ മതി, അങ്ങനെ എന്റെ പേര് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു, അങ്ങനെ ഒന്നും വേണം. പിന്നെ അതിന് ശേഷം മിസ്റ്റർ കുമാർ എന്നൊക്കെ വിളിക്കാം. പിന്നെ 83 ശേഷം പിന്നെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വേറെ എന്താ മിഷൻ, ആ മിഷന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. എന്നിരുന്നാലും അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹം ഇല്ല സാറ്, തമിഴും മലയാളവും കൂടെ കലർത്തി പറയുന്ന സാറ് പേര് പറഞ്ഞു. അയ്യോ, നമ്മുടെ അബ്ദുൽ കലാം സാറാ, അദ്ദേഹം ഇവിടെ ഇല്ല, DRDO പോയിരിക്കുക, ഇനി എങ്ങനെ 8-10 മാസമാവും വരാൻ. DRDO. ഓ അത് ശരി, 8-10 മാസമാവില്ലേ. പിന്നെ ഞാനൊരു പ്രാവശ്യം ചോദിച്ചു, അദ്ദേഹം ഇല്ല ഇവിടെ. ഞാൻ വീണ്ടും അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരോട്, അദ്ദേഹം IIC ബാംഗ്ലൂർ പോയിരിക്കുകയാണ്. അതും എത്ര നാളായി വരുമെന്ന് പറഞ്ഞാൽ 8-10, ചിലപ്പോൾ 1 വർഷമോ, ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഈ പുള്ളി എല്ലായിടത്തും ഓടി നടക്കുന്നത്? ഒരിടത്ത് അല്ല, അങ്ങനല്ല സാറേ, അദ്ദേഹം 10 സ്ഥാപനങ്ങളുടെ ഡയറക്ടറാ. അന്നുള്ളത് 6 IIT, 7ാമത്തേത് BSSC, 8ാമത്തെ ISRO, അത് കഴിഞ്ഞ് IISc ബാംഗ്ലൂർ, അത് കഴിഞ്ഞ് DRDO. ഈ 10 സ്ഥാപനങ്ങളുടെ ഡയറക്ടർ അദ്ദേഹം. 10 സ്ഥാപനങ്ങളിൽ ഒരു എങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫൈനൽ പെർമിഷൻ ഇദ്ദേഹത്തിന്റെ. ഈ 10 സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആയിരുന്നു. അങ്ങനെ ഒരാളുമായിട്ടാണ് അടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹം ഓരോരുത്തർക്ക് പോകുന്നത്. അപ്പോ എന്തായാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയ സമയത്ത് അങ്ങക്ക് എനിക്ക് പോയി കാണാനൊന്നും പറ്റത്തില്ല. അതിനുള്ള പാസോ കാര്യങ്ങളോ ഒന്നും നമുക്ക്. അത് മാത്രമല്ല, പലതും തന്നെ നമുക്ക് അന്നുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് വെച്ചിട്ട് അദ്ദേഹം നമ്മളെ സംബന്ധിച്ചുള്ള, അന്ന് ഞാൻ വിചാരിച്ച എൻ്റെ ഒരു കസ്റ്റമറിനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ കസ്റ്റമർ ഇത്രയും വലിയൊരാളാണെന്ന് പിന്നെ അറിയുന്നത് ഒരു മഹാഭാഗ്യമാണ്. അത് ദൈവം തമ്പുരാൻ തരുന്ന ഭാഗ്യമാണ്. തീർച്ചയായും ഈശ്വരൻ തന്നതാണ്, അല്ലാതെ നമ്മുടെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. എന്നേക്കാൾ കൂടുതൽ പഠിപ്പും അറിവും ഒക്കെ ഉള്ളവർ എത്രയോ പേരിരിക്കുന്നു, അവർക്കാർക്കും ഈ ഭാഗ്യം കിട്ടിയില്ലല്ലോ. അത് എൻ്റെ കൂടെ പഠിച്ചവർ പലരും അധികം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ EBയിലൊക്കെ, ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ ജോലി ചെയ്തിട്ട് വലിയ ശമ്പളം കൂടാതുള്ള പൈസയൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഈ വകയൊന്നുമില്ല. സാധാരണ ഒരു ലിമിറ്റഡ് കൺസേണിൽ സർവീസ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിൽ. പക്ഷേ എനിക്കതുകൊണ്ട് ഒരുപാട് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളും എണ്ണപ്പെട്ട വ്യക്തികൾ.